അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 800-ലധികം പാമ്പുകളെ അംഗീകാരം വനിതാ കമ്മീഷൻ തന്നെ തരിക എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഭയം അതിനോട് തോന്നിയിട്ടില്ല. അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. പുള്ളിയായിട്ടൊന്നും നമുക്ക് വേറെ വിരോധമൊന്നുമില്ല, നല്ല സുഹൃത്താണ്. ആനയും ആടിന്റെ വ്യത്യാസമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടത്. അതാണ് പ്രശ്നം. ദേവി ഇതിങ്ങനെയുള്ളത് ഇടരുത്, രാത്രി ഉറക്കമില്ല എന്നൊക്കെ പറയുന്നത്. ഹസ്ബൻഡിന് 2 ആൺകുട്ടികളുമാണ്. മുള്ളമന്നി, മരപ്പെട്ടി, മാന, മയില്, കുരങ്ങ്, വലിയ വലിയ കഥകളാണ്. ഞാനൊരു സിനിമ കഥയാക്കുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇച്ചിരി ഒരുങ്ങി നല്ലതായിട്ട് അങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ. മേഡം നമസ്കാരം. ഈ പാമ്പുകളുടെ രാജാവാണ് രാജവെമ്പാല എന്ന് കേട്ടിട്ടുണ്ട്. ഈ രാജവെമ്പാല ഇതാ ഒരു പെണ്ണിന്റെ കയ്യിൽ. പെൺകരുത്ത്, സർപ്പസൗന്ദര്യം, ഇങ്ങനെ നിരവധി കോംപ്ലിമെന്റ് കമന്റുകൾ കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. അത് മാഡത്തെ കുറിച്ചാണ്. തിരുവനന്തപുരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കൂടിയാണ് ഡോക്ടർ റോഷ്നി. ഇപ്പോൾ വനിതാ കമ്മീഷന്റെ സ്ത്രീ ശക്തി പുരസ്കാരം കൂടി കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്ന പോലെ ഭയങ്കര സന്തോഷമുണ്ട്. 2019 ശരിക്കും പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് ലൈസൻസ് കിട്ടുന്നത്. യാദൃച്ഛികമായി എടുത്തതാണ്. അങ്ങനെ ഒരു അതിലോട്ട് പോകണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല. വനം വകുപ്പിൽ ജോലി കിട്ടി. അപ്പോൾ വന്യമൃഗങ്ങളുമായിട്ടാണ് നമ്മുടെ വനവും വന്യജീവി സംരക്ഷണവുമാണ്. അപ്പോൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് അന്ന് നിയമപരമായ ലൈസൻസും ശാസ്ത്രീയമായ രീതിയും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ് ശരിക്കും വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 800-ലധികം പാമ്പുകളെ മാത്രം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പുരസ്കാരങ്ങൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ. അതെ, സമൂഹം. സ്ത്രീശക്തി പുരസ്കാരം എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ത്രീക്ക് പെൺകരുത്ത് അല്ലെങ്കിൽ അതെ 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 അതിന് ബേസ് ചെയ്ത് തന്നെയല്ലേ? അതെ അതെ, അതാ സംസ്ഥാന അവാർഡാണ്. അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ 6 പേർക്കാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിലൊരാളാണ് ഞാൻ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് പല സ്ഥലത്തു നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന സന്ദർഭം പണ്ടുണ്ടായിരുന്നു, വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ പലയിടത്തും പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന് നമുക്കൊരു അംഗീകാരം വനിതാ കമ്മീഷൻ തന്നെ തരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ 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 അതെ, വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വെച്ചിട്ടായിരുന്നു വന്നത്. പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പാമ്പിനെ പിടിക്കണം അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നേരത്തെ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതെ അതെ അതെ, അത് നമ്മുടെ വന്യജീവികൾ വനത്തിന് പുറത്ത് ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ അവരെ സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്ത് വനത്തിനുള്ളിലേക്ക് കൊണ്ടുവിടുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ അതിനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പോൾ സ്ത്രീകൾ അധികം വരുന്നില്ല. അതെ 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 അതെ, മീൻസ് അപ്പോൾ അത്യാവശ്യം വന്യജീവികളൊക്കെ എല്ലാവർക്കും പേടിയാണെങ്കിലും ഒരു 95% പേർക്കും പേടിയുള്ളത് പാമ്പിനെയാണ്. അത് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ നമ്മുടെ ബ്രെയിനിൽ അത് അങ്ങനെ അങ്ങ് സ്റ്റോർ ആയിരിക്കുന്നതാ. പാമ്പ് പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത് അതിന് കയ്യും കാലും ഇല്ല. ആ ജീവി എഴയുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഭയമുണ്ട്. പിന്നെ നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്ന കുറെ കാര്യങ്ങൾ, അതെല്ലാം കൂടി വെച്ചിട്ടായിരിക്കണം. എനിക്കങ്ങനെ ഒരു ഭയം അതിനോട് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതെ അതെ പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് സാധനത്തിന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനൊരു നാട്ടിൻപുറത്ത് താമസിക്കുന്ന ഒരാളാണ്. നമ്മളെ തോട്ടില് നീർക്കോലി, ചേര, ഇതിനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ മുഖം പാമ്പ്, രാജവെമ്പാല ഒന്നും നമ്മളെ സൂലൊക്കെ പോയി കാണുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതിനോട് അങ്ങനെ ഒരു ഭയം, അല്ലെങ്കിൽ അതൊരു വൃത്തികെട്ട ജീവിയാണ്, അതിനൊരു അറപ്പാണ്, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നുള്ള ഒരു വികാരവും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇഷ്ടമാണ് അത്. എനിക്ക് എല്ലാ ജീവികളെയും എനിക്കിഷ്ടമാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നിനെയും ഇതുവരെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ പാമ്പിനോട് എന്തോ ഇപ്പോൾ ശരിക്കും അതിനെ കൂടുതൽ റെസ്ക്യൂ ചെയ്ത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഈ പാമ്പ് പിടുത്തമല്ല, പാമ്പ് റെസ്ക്യൂ. നമ്മള് ശരിക്കും പല സ്ഥലത്ത് പോകുമ്പോ പാമ്പ് പിടുത്തക്കാരി എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, പാമ്പ് പിടുത്തക്കാരി എന്ന് പറയുന്നത് നമ്മളെ സ്നേക്ക് റെസ്ക്യൂവർ ആണ്. നമ്മളൊരു
ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനവാസ മേഖലയിൽ നിന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് അതിനെ രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ ഒരു നമ്മുടെ മനുഷ്യജീവനും ഒരു എന്തുവാണ് സംരക്ഷണം, ആ ജീവിക്കും ഒരു സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പാമ്പുപിടുത്തം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഗൂഢചിന്തയോടെ അല്ലല്ലോ ഇതിനെ പിടിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും പിടുത്തം നമുക്ക് പറയുന്നതിനോട് വലിയ താല്പര്യമില്ല. റെസ്ക്യൂ ആണ്. ഇത് ഈ ജോലിയുടെ ഭാഗമായിട്ട് അതെ 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 അതെ. കൂടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റിൽ തന്നെയുള്ള മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം എന്ന് ഇല്ല, അങ്ങനെ മീൻസ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ദിവസം ഒരു ട്രെയിനിങ് തരും സർപ്പ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ തന്നെ നമ്മുടെ വനംവകുപ്പിന്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് താല്പര്യമുള്ളവർക്ക് വന്ന് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും വനംവകുപ്പ് നിർബന്ധിച്ചിട്ടില്ല എല്ലാവരും ചെയ്യണമെന്ന് അങ്ങനെ ഒന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ താല്പര്യം തോന്നിയിട്ട് പോയതാണ്. അങ്ങനെയാണ് കിട്ടുന്നത്. ഒറ്റ ദിവസം ഒരു ദിവസം ജസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. ഇല്ല, അന്ന് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ചേരയെ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അധികം നല്ല വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരും എങ്ങനെയാണെന്നൊക്കെ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇതിനെ കുറച്ച് പാമ്പിനെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിനെ എടുത്തിട്ട് തരും. ഇല്ല, എനിക്ക് പ്രത്യേക വികാരമൊന്നും തോന്നിയില്ല. അന്ന് എടുത്തിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം. നമ്മുടെ ഒരു സയന്റിഫിക് രീതിയിൽ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം, എന്നാലേ ലൈസൻസ് തരുള്ളൂ. അപ്പോൾ അന്ന് ഒരു മൂർഖ പാമ്പിനെയാണ് എടുത്തിട്ട് തന്നത്. അന്ന് റെസ്ക്യൂ ചെയ്തു. ഒരു ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. ഇല്ല, അങ്ങനെ ഒരു ഇഷ്ടക്കേടോ അങ്ങനെ ഒരു പേടി എനിക്കില്ലായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ചയായി മാറി. അതെ അതെ അതെ, ഞാൻ അറിയപ്പെടുന്നത് തന്നെ ഇപ്പൊ ആ ജീവിയുടെ പേരിലാണ്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ 2007 മുതൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ ന്യൂസ് റീഡർ ആയിട്ടായിരുന്നു എൻ്റെ തുടക്കം. അപ്പോൾ ദൂരദർശൻ കാണുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കുറച്ച് ആൾക്കാരാണ്. പണ്ടൊക്കെ ഒത്തിരി പേര് കാണുന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. അപ്പൊ അതിലൂടെ എന്നെ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല, ലോകം മുഴുവനും കുറച്ചു പേരെങ്കിലും ഒക്കെ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാമ്പിന്റെ. അതെ 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 ഒരുപാട് കമന്റുകളൊക്കെ എങ്ങനെ വരുന്നുണ്ട്. അതായത് ഒരു സ്ത്രീകൾ തന്നെ വളരെ അതെ 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 ആ സന്തോഷമാണ്. നമ്മൾ മറ്റൊരാൾക്ക് പ്രചോദനമാവുന്നു എന്ന് പറയുന്നത് നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. കാരണം ഇപ്പോൾ എൻ്റെ മീൻസ് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ഒന്നുകിലൊരു പ്രചോദനമാവണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഭയം മാറണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ മുൻപൊന്നും ഈ സ്റ്റാറ്റസ് ഒന്നും എന്തുവാണ്, എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴേ പേടിയുള്ളവരുണ്ട്. മീൻസ് രാത്രി ഉറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ദേവി ഇതിങ്ങനെയുള്ളത് ഇടരുത്, രാത്രി ഉറക്കമില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് മുഴുവനായിട്ട് കാണുന്നുണ്ട്. അതെ അതെ അതെ, അവരെല്ലാം ഒരു പാമ്പിന്റെ വീഡിയോ ശരിക്കും ഫുള്ള് കാണാനുള്ള ഒരു മനക്കെട്ടിയിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട്. അത് അവർ പറഞ്ഞു തന്നെയാണ് എനിക്കറിയാന്നുള്ളത്. അപ്പൊ ആ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതെ, ഒരു പേടി മാറുക. ഇപ്പൊ ഒരു വീട്ടിലൊരു പാമ്പ് കയറി വന്നാല് അത് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് എവിടെ കയറി ഇരിക്കുന്നു എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി നിന്ന് അതിനൊന്ന് വീക്ഷിക്കാനുള്ള ഒരു മനസ്സ് സ്ത്രീകൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് പക്ഷെ ഒരുപാട് അങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ട്. അത് ഒത്തിരി മാറ്റമുണ്ട്, എനിക്ക് അറിയാതെ ഒരുപാട്. എനിക്ക് പൈത്തനാണെങ്കിൽ കറക്റ്റ് കണക്കറിയാം, 176 പെരുമ്പാമ്പ്. ബാക്കി എല്ലാം കൂടെ ഒരു 800-ലധികം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. രാജവെമ്പാല ഒരെണ്ണം, അതിനുശേഷം കിട്ടിയിട്ടില്ല. ഞാൻ ജില്ലക്കകത്ത് ഒരു 20-25 കിലോമീറ്ററിനകത്തൊക്കെയാണ് കൂടുതലും പോകുന്നത്. അതെ അതെ, മലമ്പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അതെ അതെ, കിട്ടാറുണ്ട്. റെസ്ക്യൂ ചെയ്യാൻ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് അണലി മാത്രമാണ്. ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ല. അണലി നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാൻ. അണലി ഉണ്ട്, ഇപ്പൊ ഒത്തിരി എണ്ണത്തിന് കാണുന്നുണ്ട് അണലി. മുൻപൊന്നും ഉണ്ട്, എന്നാലും ഇതെല്ലാം അവരുടെ ആവാസ വ്യവസ്ഥയാണല്ലോ, അവര് ജീവിക്കുന്ന സ്ഥലമാണ്. പിന്നെ എല്ലാ ജീവികളും ഉണ്ട്. ഇവരാരും നമ്മുടെ കൺമുന്നിൽ അനാവശ്യമായിട്ട് വന്ന് ചാടാറില്ല, അപ്രതീക്ഷിതമായൊക്കെ വന്ന് പെട്ടുപോകുന്നതാണ്.
അപ്പോൾ എല്ലാ പാമ്പുകളെല്ലാം ഉണ്ട് നമ്മുടെ വീടിന് ചുറ്റും, എല്ലാ പാമ്പുകളും കാണും. നമ്മൾ പക്ഷെ ഇവരെ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അണലിയാണ്. അണലി റെസ്ക്യൂ ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇത് ഉണ്ടാവും അണലി ആയതുകൊണ്ട്. കാരണം അതെങ്ങനെ നമുക്കിപ്പോ അത്യാവശ്യം ഈ പാമ്പുകളെല്ലാം ഈ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് ഇവരുടെ സ്വഭാവം മനസ്സിലാവുന്നത്. അല്ല നമ്മളിപ്പോ ഒരു ബുക്ക് വായിച്ച് പഠിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഓരോന്നിനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം കഴിയും തോറും നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയൊക്കെ നമ്മളോട് പ്രതികരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വരും. അപ്പൊ അതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ അണലി കുറച്ച് ഡേഞ്ചറാണ്. ഈ പോകുന്ന സ്ഥലത്തൊക്കെ കൂടുതലും ഒരു ഫോറസ്റ്റ് വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ടാഗ് ലൈനിലാണ് കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നത്. അതിൽ സന്തോഷമാണ്. ഇഷ്ടം പോലെ ഒരുപാട്. ഇപ്പൊ എങ്ങോട്ടും പോകാൻ പറ്റൂല, എവിടെ പോയാലും തിരിച്ചറിയുന്നുണ്ട്. അതെ, ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എവിടെ പോയാലും, ഈവൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബസ് കയറിയാലും ട്രെയിനിൽ കയറിയാലും എവിടെ പോയാലും തിരിച്ചറിയുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ ആ സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവര് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഫാമിലിയിലൊക്കെ എങ്ങനെയാണ് ഒരു സപ്പോർട്ടൊക്കെ? ഇപ്പൊ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാരും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു റെസ്ക്യൂ കാര്യങ്ങളിലേക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടില് വലിയ മീൻസ് ഹസ്ബൻഡിന് 2 ആൺകുട്ടികളുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ ജോലി അങ്ങനത്തത് കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് അതിലുള്ള ഒരു ചെറിയൊരു നേട്ടം എന്ന് പറയുന്നത് ഓഫീസ് അടുത്താണ്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാം എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ രാത്രിയും പകലും എല്ലാം പോയി ചെയ്യാറുണ്ട്. അതിലൊന്നും എനിക്ക് ജോലി ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല. തുടക്കത്തിലൊക്കെ ഇപ്പം ഞാനിപ്പോ 2019 മുതലാണ്, ഇപ്പൊ ഒരു 5-6 വർഷമായി. അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, കുറച്ചുകൂടെ ചെറുതായിരുന്നു. ഇപ്പോഴൊക്കെ പറയാറുണ്ട് വേണ്ട അതേക്ക് കൂടെ ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതിപ്പോ രാത്രിയൊക്കെ എണീറ്റ് പോകുമ്പോ ചോദിക്കും. അവര് ടെൻഷനാണ്. മീൻസ് ഇപ്പൊ രാത്രിയൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനെ പാമ്പിനെ എടുക്കാൻ പോകുന്നു പറയുമ്പോ ഏത് പാമ്പാണെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോ മോനെ ചോദിക്കും ഏത് പാമ്പാണെന്ന് ചോദിക്കും. ആ മൂർഖൻ എന്നൊക്കെ പറയുവാണെങ്കിൽ പറയും പോടോ വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അല്ല, അങ്ങനെ വലിയ പ്രശ്നമില്ല. വരും എൻ്റെ മോനെ കൂടെ. രാത്രിയൊക്കെ ഞാൻ റെസ്ക്യൂനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ വരാറുണ്ട്. അതെ, ആദ്യമായിട്ട് ആ പെരുമ്പാമ്പിനെ ഞാൻ റെസ്ക്യൂ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അധികം അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് അന്നൊന്നും പോകില്ലായിരുന്നു റെസ്ക്യൂ ചെയ്യാൻ. പിന്നീട് ഈ RRTയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും പോയത്. പിന്നീടാണ് എനിക്ക് തോന്നുന്നു ശ്രീ ബാബ സുരേഷിനെ കോട്ടയത്ത് വെച്ച് ലാസ്റ്റ് ടൈം പാമ്പ് കടിച്ച് സീരിയസ് ആയിട്ട് കിടന്ന സമയത്ത് വെള്ളനാട് നിന്നൊരു മൂർഖൻ പാമ്പിനെ ഞാൻ റെസ്ക്യൂ ചെയ്തു. ആ വീഡിയോ ആണ് ആദ്യമായിട്ട് വൈറലാവുന്നത്. ശാസ്ത്രീയമായി നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങനെ വൈറലായിരുന്നു. അതിനുശേഷം പിന്നെ ഒത്തിരി റെസ്ക്യൂ പോയിട്ടുണ്ട്. പുള്ളിയായിട്ടൊന്നും നമുക്ക് വേറെ വിരോധമൊന്നുമില്ല. നല്ല സുഹൃത്താണ്, വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ വേറൊന്നും അങ്ങനെ ഞാൻ അധികം അങ്ങനെ വിളിച്ച് ചോദിക്കാൻ അങ്ങനെ വിളിക്കാറില്ല. എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇതിന് ഈ റെസ്ക്യൂ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? പലതരത്തിലുള്ള ഈ പാമ്പുകളുടെ അത് പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറയുന്ന വീഡിയോസ്. ഇപ്പൊ നാഷണൽ ജിയോഗ്രഫിക്കിലൊക്കെ ഒരുപാട് പാമ്പുകളുടെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട്. മീൻസ് അപ്പൊ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. ഓരോ ദിവസം കഴിയും തോറും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. വായിച്ചൊന്നും പഠിക്കാറില്ല, വീഡിയോസ് ഒക്കെ കണ്ട് അതിൽ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. പാമ്പുകൾ അല്ലാതെ മറ്റ് ജീവികളുണ്ടാവില്ല, ഇതെല്ലാം ചെയ്യാറുണ്ട്. മുള്ളമ്പന്നി, മരപ്പട്ടി, മാന, മയില്, കുരങ്ങ്, മൂങ്ങ, അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം എല്ലാ ജീവികളെയും. മനസ്സിൽ ഓർത്ത് വയ്ക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇപ്പോഴുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് കാട്ടുപോത്ത് കുത്തിയതാണ്. കാട്ടുപോത്തിനെ നമ്മൾ ഇത് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അമ്പൂരിയിൽ വെച്ചിട്ട് അത് വാർത്തയൊക്കെ വന്നൊരു സംഭവമായിരുന്നു. അമ്പൂരിയിൽ ജനവാസ മേഖലയിൽ ഒരു പോത്ത് നിൽപ്പുണ്ടായിരുന്നു, കാട്ടുപോത്ത്. അപ്പം നമ്മളിതുപോലെ ശരിക്കും അതിനെ വനത്തിൽ കയറ്റി വിടാൻ വേണ്ടി പോയതാ. പക്ഷെ ആ പോത്ത് കുറച്ച് അഗ്രസീവ് ആയിരുന്നത് കൊണ്ട് നമ്മൾ അധികം അടുത്തോട്ട് പോയില്ല. അപ്പം ശരിക്കും ഞങ്ങളൊരു ടീം തന്നെ ഉണ്ടായിരുന്നു, കൂടെ സാറൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ മാറി നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള സാറിനെ ഇത് നമ്മൾ മാറി നിന്ന് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഇതിന് ഒരു പ്രത്യേകത, ഇത് വരുന്ന വഴി കൂടി അത് തിരിച്ചു പോകും. അപ്പോൾ ഇത് ചുറ്റും ജനവാസ മേഖലയാണ്, ആൾക്കാർ പല സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് എങ്ങോട്ട് പോകണം എന്നൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഇത് പനിഞ്ഞു ഇടത്തിങ്ങ് വന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ വരുന്നത് മാത്രം, ഇങ്ങനെ വരുന്നു എന്ന് ആരോ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനിടയ്ക്ക് ഇങ്ങനെ വന്നു കൂടെ നിന്ന് നമ്മൾ ഓടി, എല്ലാവരും ഓടി. എന്നാലും സാറിന് പെട്ടെന്ന് ഓടാൻ പറ്റിയില്ല. സാറിനെ കുത്തിയെടുത്ത് എറിഞ്ഞു. ഉണ്ടായിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ഭാഗത്തായിട്ട് കുത്തി കയറി കളഞ്ഞു. പുറകുവശം ഭയങ്കര ഡേഞ്ചറാണ്. എന്നാ പക്ഷെ അത് എൻ്റെ അമ്മ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം കണ്ണിന്റെ മുന്നിലിട്ട് ഇങ്ങനെ കുത്തുവാണ്. അത് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത്രയും വലിയൊരു സാധനത്തിന് എന്തോ, ഞാൻ എൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അതൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് ഉറപ്പായിട്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരിടത്തുനിന്ന് എടുത്ത് ഇങ്ങനെ കുത്തിയെടുത്തിട്ടു. അവിടെ നിന്ന് അടുത്തടുത്തോട്ട് എടുത്തിട്ടു. എന്നിട്ട് പിന്നെ അത് വീണ്ടും അവിടെ നിന്ന് കുത്തിക്കോരാൻ നോക്കി. എന്നിട്ടൊക്കെ പിന്നെ എങ്ങനെയൊക്കെ നമ്മളെല്ലാം കൂടി നിലവിളിയൊക്കെ ആയിരുന്നു എന്നിട്ട് ഇട്ടിട്ടങ്ങ് പോയതാണത്. അതെ, ആയിരിക്കണം എന്ന് അതിനെന്തോ എന്ത് തോന്നിയെന്തോ. ഇല്ലെങ്കിൽ അത് സാധാരണ കാട്ടുപോത്ത് അങ്ങനെയല്ല, ഇതിങ്ങനെ ചവിട്ടിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദൈവാനുഗ്രഹം പോലെ ഒന്നും അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഒരുപാടുണ്ട്. കരടി, വെള്ളനാട് കരടി കിണറ്റിൽ വീണ് പോയ അത് ഒരു കരടി കിണറ്റിൽ വീണ, അതെ കണ്ണമ്പള്ളി, അതെ അതെ അതെ, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് മരിച്ചു പോയായിരുന്നു. അത് വെള്ളത്തിൽ താന്നു പോയായിരുന്നു. അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. വനത്തില് പോകുമ്പോ ആന ഓടിക്കാൻ പോവാറുണ്ട്. അപ്പൊ ആന തിരിച്ചെടുക്കുക അങ്ങനെയൊക്കെ ഓടാറൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര, അതൊക്കെ ഒരു രസമാണ്. ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ്, എന്നാലും ഒരു രസമാണ്. അതെ, എനിക്കിഷ്ടമാണ്. പിന്നെ ചിലപ്പോ എന്നെ പറയും, കൂടെ ഉള്ളവർ പറയും, മാഡം അങ്ങോട്ട് വരണ്ട. കാരണം ഇപ്പൊ ഈ സമയത്തൊക്കെ ആനയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ്. കാട്ടിനകത്ത് വെള്ളമില്ല, ആഹാരമില്ല, ചൂടാണ്. അപ്പൊ ഇവരിങ്ങനെ പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ വരുമ്പോ നമ്മൾ ചെന്ന് ഇതിനെ തിരിച്ച് പടക്കം വെച്ചൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഇവർക്കും ഭയങ്കര ദേഷ്യമാണ്. കാരണം അവർ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുവാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മളൊന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അപ്പൊ അവർക്ക് ഭയങ്കര ദേഷ്യം. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് വിടുമ്പോഴത്തേക്ക് അത് പോവുമായിരുന്നു. പക്ഷെ ഇപ്പൊ പോവില്ല, ഇത് തിരിച്ചെടുക്കും. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്. അതെ അതെ, ഞാൻ സെൻസിറ്റീവ് ആണോ അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. കുറെ എന്തുവാണ്, കുറെ അനുഭവങ്ങൾ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതെ 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 അതെ, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഒരുപാട്. അതൊക്കെ വലിയ വലിയ കഥകളാണ്. ഞാനൊരു സിനിമ കഥയാക്കുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ പുതിയ തലമുറയോട്, സ്ത്രീകളോട് പറയാനുള്ളത് എന്താണ്? അവർക്ക് കൊടുക്കാനുള്ള ഒരു വഴികാട്ടി പോലെ പറയാനാണെങ്കിൽ എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കറിയാം. ബി ബോൾഡ് ബ്യൂട്ടിഫുൾ. എനിക്കതാ പെൺകുട്ടികളോട് പറയാനുള്ളത്. എന്താ, പഠിക്കുക. എല്ലാ പെൺകുട്ടികളും നല്ല രീതിയിൽ പഠിക്കുക. അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണം. അത് ആൺകുട്ടികളായാലും അതെ, അവരെയും ആൺകുട്ടികളെ മാറ്റി നിർത്തുന്നതല്ല, പെൺകുട്ടികളെ. നമ്മളിപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്, പെൺകുട്ടിയില്ല. അതെ അതെ അതെ, എനിക്ക് 2 ആൺകുട്ടി. അവരുടെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ് പറയാം. പഠിപ്പിക്കും. എത്ര പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതുവരെ പഠിപ്പിക്കും. പഠിച്ചൊരു ജോലി വാങ്ങുക. എന്നിട്ട് ഇഷ്ടമുള്ളത്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. അവർക്ക് സന്തോഷം എങ്ങനെയാണോ സന്തോഷം കിട്ടുന്നത് അതിനനുസരിച്ച് അവർ ജീവിക്കട്ടെ. എന്നിട്ട് ജോലി വാങ്ങിച്ച് സന്തോഷമായിട്ട് കയ്യിൽ നമ്മുടെ പേഴ്സിൽ നിന്ന് 10 രൂപയെങ്കിലും നമ്മൾ എടുക്കുന്നതും നമ്മുടെ അച്ഛനോ അമ്മയോ ഹസ്ബൻഡോ തരുന്നതും തമ്മിൽ ആനയോ ആടിൻ്റെ വ്യത്യാസമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടത്. അപ്പോൾ ഞാൻ അത്യാവശ്യം എന്തുവാണ്, ഇച്ചിരി ഒരുങ്ങി നല്ലതായിട്ട് അങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അതെ ആണ്, 100%. നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ നമ്മളെ കുറ്റം പറയുമായിരിക്കും. അയ്യോ ഒത്തിരി പേര് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങനെ എന്തോ പുട്ടിയിട്ട് നടക്കുന്നു, അങ്ങനെയൊക്കെ ആൾക്കാരെ പലരെയും പറഞ്ഞൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതിപ്പോ അത് അവരവർക്ക് ഇഷ്ടമുള്ളത് പോലെയാണ്. അതെ, ഇല്ല എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ പലരെയും ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷം സ്വയം കണ്ടെത്തി. കുറച്ച് നാളേ ഉള്ളൂ ഇനി. പഴയതുപോലെ 70-80 വയസ്സ് വരെ ഒന്നും ജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. അപ്പൊ നമുക്ക് ഉള്ള സമയം എത്രയാണോ, 70-80 പോയിട്ട് നാളെ രാവിലെ നമ്മൾ എണീറ്റാലായി എന്നുള്ളതാ.
അപ്പോൾ ആ ഉള്ള സന്തോഷം വളരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ എനിക്ക് പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും പറയാനുള്ളൂ. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത് ഒരിക്കലും മറ്റൊരാൾ നമുക്ക് തരൂല, അത് ഉറപ്പാണ്. അപ്പൊ ഇനി ഒരുപാട് പാമ്പുകളെയും അതുപോലെ ഈ പറഞ്ഞ കണക്ക് വന്യജീവികളെയും വലിയോ കടുവയോ ഒക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ അതിനെയൊക്കെ റെസ്ക്യൂ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. അത് സമൂഹത്തിൽ അത് വീഡിയോകൾ വരട്ടെ, അത് കണ്ട് ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ, ഒത്തിരി പേര് ഇഷ്ടപ്പെടട്ടെ, ഒരുപാട് ആരാധകരുണ്ടാവട്ടെ ആണ് അവിടുത്തെ. വളരെ സന്തോഷം. എൻ്റെ ജോലി ഇനി ഒരു 22-23 വർഷത്തെ സർവീസ് ഉണ്ട്. അപ്പോൾ അത്രയും വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് അതുവരെ ഉണ്ടെങ്കിൽ ഉള്ള സമയത്തോളം നല്ല രീതി, കാരണം എൻ്റെ ജോലി ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ പോവാൻ എനിക്കും സാധിക്കട്ടെ. എന്തായാലും എന്നോട് ഇത്രയും നേരം സംസാരിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.